ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുരിങ്ങയില തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പാത്രം നിറയെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില തണ്ടെല്ലാം നീക്കം ചെയ്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി വേണ്ടത് 6 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് അരപ്പ് വേണ്ട ഒരു വിഭവമാണിത്. അതുകൊണ്ട് തന്നെ തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുരിങ്ങയിലേക്ക് പെട്ടെന്ന് ഉപ്പ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എരിവിനായിട്ട് 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് ചതച്ചെടുത്ത ശേഷം അരപ്പ് മുരിങ്ങയിലയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. കൈകൊണ്ട് അരപ്പ് തിരുമ്മി യോജിപ്പിച്ച് എല്ലായിടത്തും എത്തിക്കണം. ഒരു ചീനച്ചട്ടി വെച്ച ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ച ശേഷം മുരിങ്ങയില ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിനെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ആവി വരുത്താം. ആവി വന്ന ശേഷം ചെറിയ തീയിൽ വെച്ച് അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. 4-5 പ്രാവശ്യം അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. മുരിങ്ങയില വെന്ത് കഴിഞ്ഞാൽ തുറന്ന് വെച്ച് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. നല്ല ചൂട് ചോറിൻ്റെയോ കഞ്ഞിയുടെയോ കൂടെ വിളമ്പാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്